സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ആദ്യമായിട്ടാണ് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, കമൻറ്റുകൾ, ചോദ്യങ്ങൾ എന്തുമാകട്ടെ വീഡിയോയുടെ താഴെ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കുള്ള മറുപടി അടുത്ത വീഡിയോയിൽ നൽകുന്നതായിരിക്കും. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ രേഖപ്പെടുത്തിയ അഭിപ്രായങ്ങൾക്കുള്ള മറുപടി ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് കിട്ടും. അതിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഡെയിലി പോസ്റ്റ് ചെയ്യുന്ന റാസ് ലെവൽസ് എല്ലാ ദിവസവും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇന്നത്തെ റാസ് ലെവൽസ് ഓൾറെഡി ഇന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ റാസ് ലെവൽസിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമുക്ക് പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് നോക്കാം എന്തൊക്കെയാണ് എന്നുള്ളത്. ഇന്ന് നിഫ്റ്റിയിൽ മാർക്കറ്റ് ഒരു റിക്കവറിക്ക് ശ്രമിക്കുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. അതിനുള്ള കാരണം എന്താണ് എന്ന് ഞാൻ വെറുതെ ഒരു ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ മറുപടി US ഫെഡ് മീറ്റിൻ്റെ റിസൾട്ട് വരാനിരിക്കുന്നേ ഉള്ളൂ. മോസ്റ്റ് പ്രോബബ്ലി അവരുടെ റേറ്റ് കട്ട് ഉണ്ടാവില്ല. റേറ്റ് 5.25 5.5 ആയിട്ട് നിലനിർത്താനാണ് സാധ്യത എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെയാണെങ്കിൽ അവിടെ റേറ്റിൽ വ്യത്യാസം വന്നിട്ടില്ലെങ്കിൽ ലോക്കലി ഉള്ള സെൻറ്റിമെൻറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് നഷ്ടപ്പെടും. അത് ഇന്ത്യൻ മാർക്കറ്റിന് ഒരു ബൂമിംഗ് ആയിട്ട് വരും. അപ്പോൾ മൊത്തത്തിലുള്ള എല്ലാ അനലിസ്റ്റുകളും ഇൻ്റർനാഷണൽ ലെവലിലുള്ള ആൾക്കാർ പറഞ്ഞ റേറ്റിൽ ചേഞ്ച് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അത് ഇന്ത്യൻ മാർക്കറ്റിന് പോസിറ്റീവ് ആയിരിക്കും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അത് പ്രകാരമാണ് ഇന്നത്തെ ഒരു മാർക്കറ്റിലെ മൂവ്മെൻറ്റ് ഉണ്ടായത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതിന് വിരുദ്ധമായ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ താഴെ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സംസാരിക്കുമ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാൻ സാധിക്കുക. രണ്ടുപേരാണ് കമൻറ്റ് ചെയ്യുന്നത് എങ്കിൽ കൂടി ഒരുപാട് ആൾക്കാർ, ആയിരക്കണക്കിന് ആൾക്കാർ ഇത് കാണുന്നുണ്ട്. അവർക്കൊക്കെ തന്നെ യൂസ്ഫുൾ ആവും. അപ്പോൾ കമൻറ്റ് ബോക്സ് നോക്കാതിരിക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ നോക്കാൻ ശ്രദ്ധിക്കുക. അതിൻ്റെ കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ കൂടി ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് അർബിന്ദോ ഫാർമ അവരുടെ സ്റ്റോക്കിൽ നിന്ന് 2% ഒരു ഗെയിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം FDA അപ്രൂവൽ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു നാസൽ സ്പ്രേ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അപ്രൂവലാണ് കിട്ടിയിട്ടുള്ളത്. ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടർ 2023 മാർച്ച് 21 ഇവിടെ ഇതിൻ്റെ 52 വീക്ക് ലോ 466 ഉണ്ടായിരുന്ന സ്റ്റോക്കാണ്. ഇത് ജനുവരി 30 2024 ജനുവരി 30 ആകുമ്പോഴത്തേനും 1177 രൂപയിലേക്ക് സ്റ്റോക്ക് അമ്മാതിരി പോക്ക് പോയിട്ടുണ്ട്. വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോക്കാണ് എന്ന് എനിക്ക് തോന്നുന്നു. ദെൻ മാരുതി നമ്മളെ അഭിമാനം 12,000 ലെവൽ ക്രോസ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് സൂപ്പറായിട്ട് കയറിപ്പോയിട്ടുണ്ട്. അടിപൊളി ബുള്ളിഷ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് തന്നെയാണ് അത് കയറി വന്നത്. സൂപ്പറായിരുന്നു. എന്തായാലും ഇന്ന് ഞങ്ങൾ മാരുതിയിൽ ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു പോക്ക് പോയിട്ടുണ്ട്. 12,000 എന്നുള്ള ഒരു മാർക്ക് ക്രോസ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടോ എന്നുള്ളത് മാത്രമാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. ദെൻ കൊഫോജ് കുറേ നാളായിട്ടൊരു കൺസോൾട്ടേഷൻ ലെവലിൽ പോവുകയാണ്. പക്ഷേ അതിൻ്റെ ബാക്ക് എൻഡിൽ നോക്കുകയാണെങ്കിൽ ഓർഡേഴ്സ് ആൾക്കാർ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ അത് വാങ്ങിക്കുന്നുണ്ട് ചെറിയ രീതിയിൽ. അതേപോലെ മാർജിൻ കയറി വരുന്നുണ്ട്. ഈ ഒരു കൺസൾട്ടേഷൻ, അതായത് ഒരു പെരുമഴക്ക് മുമ്പുള്ള ഒരു ശാന്തതയാണ് എന്ന് കണക്കൂട്ടിയത് പ്രകാരം ഒത്തിരി സ്റ്റോക്ക് അനലിസ്റ്റുകൾ, രജിസ്റ്റേർഡ് അനലിസ്റ്റുകൾ കൊഫോർജിന് ഒരു ബൈ സിഗ്നൽ നൽകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു കൺസോൾട്ടേഷൻ ഒരു സൂപ്പർ ബ്രേക്കൗട്ടിലൂടെ നല്ല രീതിയിൽ അത് കയറിപ്പോകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് വാർത്തകൾ കിട്ടിയതാണ്, ഞാനത് ഷെയർ ചെയ്തോന്നേ ഉള്ളൂ. എനിക്ക് ഇതിനായിട്ട് പ്രത്യേകിച്ച് സജഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ടാറ്റ അതിൻ്റെ സെമി കണ്ടക്ടർ പ്ലാന്റ് ആസാമിൽ സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന ഒരു വാർത്ത ഇന്ന് രത്തൻ ടാറ്റ പുറത്തുവിട്ടിട്ടുണ്ട്. എന്തായാലും അത് വളരെ 27,000 കോടി രൂപയാണ് ടാറ്റ ഇതിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇന്നാണ് ഈ ഒരു വാർത്ത അദ്ദേഹം പുറത്തുവിട്ടിട്ടുള്ളത്. തീർച്ചയായും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസാണ് ടാറ്റ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തേക്കുള്ള വാർത്തകൾ ഞാൻ ശേഖരിച്ചിട്ടുള്ളത്. കൂടുതൽ ഒരുപാട് വാർത്തകൾ മിസ്സായിട്ടുണ്ടാവും. നിങ്ങൾക്കറിയാവുന്ന വാർത്തകൾ ദയവായിട്ട് ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ US മാർക്കറ്റ് ഇതുവരെയും ഓപ്പൺ ആയിട്ടില്ല. ഡോ ജോൺസ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത് 320 പോയിന്റ് ഗ്രീനിലാണ്. S&P 500 29 പോയിന്റ് ഗ്രീനിലാണ്. നെസ്ഡാക്ക് 63 പോയിന്റ് ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ FTSE 11 പോയിന്റ് റെഡിലാണ്. CAC 53 പോയിന്റ് റെഡിലാണ് പോയിക്കൊണ്ട്. DAX ആണെങ്കിൽ 40 പോയിന്റ് ഗ്രീനിലാണ് പോയിക്കൊണ്ട്. ഒരു സമ്മിശ്ര പ്രതികരണമാണ് എന്ന് പറയാം. ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ 21,945 20 പോയിന്റ് ഗ്രീനിലാണ് ട്രേഡിംഗ് നടക്കുന്നത്. നിക്കി ആണെങ്കിൽ ഇപ്പോൾ 263 പോയിന്റ് ഗ്രീനിലാണ്. 40,000 മുകളിലാണ് നിക്കി ഇപ്പോൾ ഉള്ളത്. ദെൻ ഹാങ്സെങ്ങിലേക്ക് വരികയാണെങ്കിൽ 13 പോയിന്റ് ഗ്രീനിലാണ് ഹാങ്സെങ് ഇപ്പോൾ ട്രേഡിംഗ്. 16,543 ട്രേഡിംഗ് നടക്കുന്നത്. ഒത്തിരി പേര് ആവശ്യപ്പെട്ടതായിരുന്നു ഇവിടെ പെർസെൻറ്റേജ് ഒന്ന് ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത്. കൃത്യമായിട്ട് ഞാൻ ഇവിടെ പെർസെൻറ്റേജ് ആഡ് ചെയ്തിട്ടുണ്ട് ഓരോന്നിൻ്റെയും. അത് വായിക്കുമ്പോൾ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം മുതൽ അത് ശരിയാവും. അതിൻ്റെ ഒരു ഫ്ലോ കിട്ടാത്തതുകൊണ്ടാണ്. എന്തായാലും നമുക്ക് ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ
ഇന്ത്യൻ മാർക്കറ്റിൽ നിഫ്റ്റി ഇന്ന് 26 പോയിന്റിൻ്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. 221 പോയിന്റിൻ്റെ 1.01% ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് ഇന്ന് കിട്ടിയത്. ഇന്ന് ഓപ്പണായി 21,844 നിന്ന് 4 പോയിന്റ് നഷ്ടത്തിൽ 21,839 ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റി. ദെൻ 5 ദിവസത്തെ ക്ലോസിംഗ് ആയി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിഫ്റ്റി ഒരു സൈഡ് വൈസ് അല്ലെങ്കിൽ ന്യൂട്രൽ മോഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി 50ലുള്ള 50 സ്റ്റോക്കുകളിൽ 28 സ്റ്റോക്കുകൾ ഇന്ന് നഷ്ടത്തിൽ അവസാനിച്ചപ്പോൾ 22 സ്റ്റോക്കുകൾ ലാഭത്തിൽ അവസാനിച്ചിരിക്കുന്നത്. ഏഷ്യർ മോട്ടോഴ്സ്, മാരുതി, നെസ്ലെ ഇന്ത്യ, പവർ ഗ്രിഡ് ഈ സ്റ്റോക്കുകളാണ് നിഫ്റ്റിയെ പ്രധാനമായിട്ടും മുകളിലോട്ട് വലിക്കാൻ ശ്രമിച്ചതെങ്കിലും ടാറ്റ സ്റ്റീൽ, ടാറ്റ കൺസ്യൂമർ, ടാറ്റ മോട്ടോഴ്സ്, ഹിന്ദാൽകോ ഈ സ്റ്റോക്കുകളാണ് നിഫ്റ്റിയെ വലിച്ച് താഴോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ഇനി ഒരാഴ്ചത്തെ കഴിഞ്ഞ 5 ട്രേഡിംഗ് ഡേയ്സിലുള്ള നിഫ്റ്റിയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 678 പോയിന്റിൻ്റെ നഷ്ടമാണ് നിഫ്റ്റിയിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് 3.3% നഷ്ടമാണ് നിഫ്റ്റിയിൽ ഉണ്ടായിരിക്കുന്നത്. അതേസമയത്ത് ഈ മാസം മാർച്ച് മാസത്തിൽ നോക്കുകയാണെങ്കിൽ 209 പോയിന്റിൻ്റെ നഷ്ടത്തിലാണ് നിഫ്റ്റി പോയിക്കൊണ്ടിരിക്കുന്നത്. ഓൾമോസ്റ്റ് 1% ആകാറായിട്ടുള്ളത്. ഇന്ത്യ വിക്സ് നോക്കുകയാണെങ്കിൽ 4.54% കുറഞ്ഞിട്ട് 13.47 ഇന്ത്യ വിക്സ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയിൽ നിന്ന് വൈറ്റ് CPR ആയിരുന്നു, പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകിച്ച് അത്ഭുതങ്ങളൊന്നും തന്നെ ഇല്ല. ഇനി മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ബാങ്ക് ഇന്ന് 46,393 ഓപ്പണായിട്ട് 82 പോയിന്റ് നഷ്ടത്തിൽ 46,311 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഫിൻ നിഫ്റ്റി 20,591 ഓപ്പണായിട്ട് 46 പോയിന്റ് നഷ്ടത്തിൽ 20,544 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് 72,037 ഓപ്പണായിട്ട് 64 പോയിന്റ് നഷ്ടത്തിൽ 72,102 അവസാനിച്ചിരിക്കുന്നത്. മിഡ് ക്യാപ്പ് 10,182 ഓപ്പണായിട്ട് 35 പോയിന്റ് നഷ്ടത്തിൽ 10,146 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് $82 കുറഞ്ഞിട്ടുണ്ട്. ഇന്നലെ 82.91 ആയിരുന്നു, അത് കുറഞ്ഞിട്ടുണ്ട്. ദെൻ ഗോൾഡ് റേറ്റ് നോക്കുകയാണെങ്കിൽ ഇന്നലെ $2,153 ഉണ്ടായിരുന്നു, ഇന്ന് വർദ്ധിച്ച് $2,154.7 വർദ്ധിച്ചിട്ടുണ്ട്. USD INR റേറ്റ് നോക്കുകയാണെങ്കിൽ വീണ്ടും ഇന്ത്യൻ രൂപയുടെ മൂല്യം സ്ലിപ്പായിട്ടുണ്ട്. ഇന്നലെ 83 രൂപ 4 പൈസ ഉണ്ടായത് വീണ്ടും സ്ലിപ്പായിട്ട് അല്ലെങ്കിൽ വർദ്ധിച്ചിട്ട് 83 രൂപ 16 പൈസയാണ് ഒരു US ഡോളറിൻ്റെ ഇന്നത്തെ വിനിമയ നിരക്ക്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 10,600 കോടിയുടെ ബൈയിങ്ങും 13,199 കോടിയുടെ സെല്ലിംഗ് നടത്തിയത് വഴി 2,599 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് കാഴ്ചവെച്ചത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 11,532 കോടിയുടെ ബൈയിങ്ങും 8,864 കോടിയുടെ സെല്ലിംഗ് നടത്തിയത് വഴി 2,667 കോടി രൂപയുടെ നെറ്റ് ബൈയിങ് ആണ് കാഴ്ചവെച്ചത്. മൊത്തത്തിൽ ഇന്നേ ദിവസം 68 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് മാർക്കറ്റിൽ നടന്നിരിക്കുന്നത്. ഈ മാസത്തിൽ 2 കൂട്ടരും ഡൊമസ്റ്റിക് ആൻഡ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും നെറ്റ് ബൈയിങ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 6,082 കോടിയുടെ ബൈയിങ്ങും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 40,424 കോടിയുടെ ബൈയിങ്ങുമാണ് ചെയ്തിരിക്കുന്നത്. മൊത്തത്തിൽ 46,506 കോടിയുടെ നിക്ഷേപം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഈ മാർച്ച് മാസത്തിൽ എത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി സെക്ടറൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി, റിയാലിറ്റി, FMCG, ഓട്ടോ, PSU ബാങ്ക് ഈ 4 സെക്ടറുകൾ മാത്രമാണ് ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. മറ്റുള്ള സെക്ടറുകളെല്ലാം തന്നെ റെഡിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ETF നോക്കുകയാണെങ്കിൽ ഗോൾഡ് ബീസ്, അതേപോലെ നിഫ്റ്റി ബീസ് ഇത് രണ്ടും ഇന്ന് ഗ്രീനിലാണ് അവസാനിച്ചിരിക്കുന്നത്. മറ്റുള്ള ETF എല്ലാം തന്നെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ ഏഷ്യർ മോട്ടോഴ്സ് ഇന്ന് 4.25% ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയപ്പോൾ ആസ്ട്രൽ 2.35% ഉയർന്ന നഷ്ടവും ഈ മാർക്കറ്റിൽ രേഖപ്പെടുത്തി. ഏഷ്യർ മോട്ടോഴ്സ്, കുമിൻസ് ഇന്ത്യ, ആസ്ട്ര DM, മാരുതി, ഓറോഫാർമ, ഹിന്ദ് പെട്രോ, ICICI പ്രൂലി, നെസ്ലെ ഇന്ത്യ, പവർ ഗ്രിഡ്, SBIN, BPCL, ITC ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന ലാഭത്തിൽ അവസാനിച്ചപ്പോൾ ആസ്ട്രൽ, ടാറ്റ സ്റ്റീൽ, ടാറ്റ കൺസ്യൂമർ, ലോറസ് ലാബ്സ്, ഭാരത് ഫോർജ്, HDFC, AMC, ടാറ്റ മോട്ടോഴ്സ്, ഹിന്ദാൽകോ, UPL, REC ലിമിറ്റഡ്, ബന്ധൻ ബാങ്ക്, സിപ്ല ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന നഷ്ടവും ഇന്ത്യൻ മാർക്കറ്റിൽ രേഖപ്പെടുത്തി. NSE മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 960 സ്റ്റോക്കുകൾ ലാഭത്തിൽ അവസാനിച്ചപ്പോൾ 1,282 സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയുടെ PCR 0.62 അഥവാ ക്ലിയർലി ബെയറിഷ് എന്നൊരു മോഡിലേക്ക് മാറിയിട്ടുണ്ട്. 21,839 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് 80 പോയിന്റ് മുകളിലായിട്ട് 21,919 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. കഴിഞ്ഞ 5 ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ഫ്യൂച്ചറിൻ്റെ പ്രൈസ് സൈഡ് വൈസ് അല്ലെങ്കിൽ ന്യൂട്രലാണ് കാണിക്കുന്നത്. ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് കോൾ സൈഡിലാണ് നല്ലപോലെ ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിട്ടുള്ളത്. 22,000 1,50,00,000 കോളാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. അതേസമയം ഹയസ്റ്റ് പുട്ട് വന്നിരിക്കുന്ന 1 കോടിയാണ്. 21,500 1 കോടി പുട്ട് റൈറ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും കോളാണ് കൂടുതലും, മാർക്കറ്റ് താഴോട്ട് പോകും എന്നാണ് ഓപ്ഷൻ റൈറ്റേഴ്സ് പ്രതീക്ഷിക്കുന്നത് എന്ന് തോന്നുന്നു. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.79 ആണ് വന്നിരിക്കുന്നത്. അതും നെഗറ്റീവ് ന്യൂട്രൽ അല്ലെങ്കിൽ ബെയറിഷ് എന്നൊരു മോഡിലേക്കാണ് വന്നിട്ടുള്ളത്. 46,311 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ 153 പോയിന്റ് മുകളിൽ
മുകളിലായിട്ട് 46,464 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. ഫ്യൂച്ചറിൻ്റെ പ്രൈസ് കഴിഞ്ഞ 5 ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ഒരു സൈഡ് വൈസ് അല്ലെങ്കിൽ ന്യൂട്രൽ മൂവ്മെൻ്റ് ആണ് സൂചിപ്പിക്കുന്നത്. ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇന്ന് എക്സ്പയറി ആയിരുന്നു. സോ അതും കൂടി മാറ്റി നിർത്തിയിട്ട് കോൾ സൈഡിലാണ് കൂടുതൽ ഓപ്ഷൻ റൈറ്റിംഗ് വന്നിട്ടുള്ളത്. 14 ലക്ഷം കോൾ റൈറ്റ് ചെയ്തിരിക്കുന്നത് 46,500 ഇനി 46,000 കേവലം 11 ലക്ഷം പുട്ട് മാത്രമാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെയും ഓപ്ഷൻ റൈറ്റേഴ്സ് പ്രതീക്ഷിക്കുന്നത് മാർക്കറ്റ് താഴോട്ട് പോകും എന്ന് തന്നെയാണ്. ഇനി നാളെ റിസൾട്ട് വരാനുള്ള 2 കമ്പനികളുള്ളത് പ്ലാറ്റിനം ഇൻഡസ്ട്രീസ്, ശ്രീറാം പ്രോട്ടീൻസ്. ഈ 2 കമ്പനികളുടെ റിസൾട്ടാണ് നാളെ വരാനുള്ളത്. ഗ്ലോബൽ ഈവൻറ്റ്സ് ഒത്തിരിയുണ്ട്, എന്നാൽ അതിൽ ഏതാനും ഈവൻറ്റ്സ് മാത്രമല്ല ഇന്ത്യയിലുള്ള ഈവൻ്റായിട്ട് 3 ഉണ്ട്. HSBC മാനുഫാക്ചറിംഗ് PMI ഫ്ലാഷ്, ദെൻ HSBC സർവീസസ് PMI ഫ്ലാഷ്, HSBC കമ്പോസിറ്റ് PMI ഫ്ലാഷ്. ഈ 3 ഇവൻറ്റുകൾ ഇന്ത്യ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ജപ്പാൻ ട്രേഡ് ബാലൻസ്, ജപ്പാൻ സർവീസസ് PMI, US ഫെഡ് പ്രസ് കോൺഫറൻസ്, ബ്രസീൽ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ. ഇത്രയും ഈവൻറ്റുകളാണ് നാളത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതായിട്ട് എനിക്ക് വായിക്കാനുള്ളത്. ഒത്തിരി ഈവൻറ്റുകൾ നാളത്തേക്ക് അർജൻറ്റീനയും അതുപോലുള്ള മറ്റ് രാജ്യങ്ങളിലെ ഈവൻറ്റുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം കൂടി ഉൾപ്പെടുത്തി സമയം കളയാതിരിക്കുന്നതാണ്. ദെൻ ഞങ്ങളുടെ പേപ്പർ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് 5,069 രൂപയുടെ ഒരു 0.84% ഒരു പ്രോഫിറ്റാണ് നേടിയിരിക്കുന്നത്. 34 ട്രേഡുകളിൽ നിന്നുമായിട്ട് 1:1.18 എന്നൊരു റിസ്ക് റിവാർഡ് റേഷ്യോ ആണ് നേടിയിരിക്കുന്നത്. 34 ട്രേഡ് എന്ന് പറയുമ്പോൾ നോർമലി അത് ഒരു കുറച്ചധികം കൂടുതൽ ട്രേഡുകൾ ഇന്ന് എടുത്തിട്ടുണ്ട്. എന്തായാലും നിഫ്റ്റിയിൽ ഇന്ന് മൊത്തത്തിൽ ലോസ് ആണ് വന്നിരിക്കുന്നത്. 425 രൂപയുടെ ലോസാണ്. ബാങ്ക് നിഫ്റ്റിയിൽ 6% പ്രോഫിറ്റാണ്. ഫിൻ നിഫ്റ്റിയിൽ 10% പ്രോഫിറ്റാണ്. ദെൻ നിഫ്റ്റി മിഡ് ക്യാപ്പിൽ 2.8% ലോസാണ്. സെൻസെക്സിൽ ബ്രേക്ക് ഈവൻ ആയിട്ടുണ്ട്. 106 രൂപ പ്രോഫിറ്റാണ്. സ്റ്റോക്ക് ഓപ്ഷൻസിൽ 8,500 രൂപ. അതായത് ഇവിടെ നമുക്ക് റിസ്ക് റിവാർഡ് 6,000 ആണ് നമ്മുടെ കട്ട് ഓഫ് എമൗണ്ട് എന്ന് പറയുന്നത്. പക്ഷേ സ്റ്റോക്ക് ഓപ്ഷൻസിൽ 5ഓളം സ്റ്റോക്കുകൾ കണ്ടിന്യൂസ്ലി എടുക്കുമ്പം ഒറ്റയടിക്ക് എല്ലാം സ്റ്റോപ്പ് ലോസ് അടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 8-10 ഇവിടെ ലോസ് വരും എന്നുള്ളത് ഒരു സ്വാഭാവികമായൊരു സംഭവമാണ്. എന്തായാലും ഈ മാസം മൊത്തത്തിൽ ഞങ്ങളിപ്പോൾ 34% പ്രോഫിറ്റിലാണുള്ളത്. 261 ട്രേഡുകളിൽ നിന്ന് 1:2.07 എന്ന റിസ്ക് റിവാർഡ് റേഷ്യോയിലാണ് ഈ 22,04,000 രൂപയുടെ പ്രോഫിറ്റായിട്ട് ഞങ്ങൾ നിൽക്കുന്നത്. എല്ലാ ഇൻഡെക്സുകളും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി റാസ് ലെവൽസ് നോക്കുകയാണെങ്കിൽ റാസ് ലെവൽസ് ഇന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ താങ്ക് യു മെസ്സേജ് കിട്ടിയ ഒരു ദിവസമാണ്. കാരണം ഇന്നലെ പ്രതീക്ഷിച്ചതുപോലെ ഓൾമോസ്റ്റ് അവിടത്തേക്കുള്ള ഒരു മൂവ്മെൻറ്റ് തന്നെയാണ് കിട്ടിയത്. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സിഗ്സാഗ് അപ്പ് ഡൗൺ മൂവ്മെൻറ്റ് ഇങ്ങനെ കിട്ടും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ രീതിയിൽ രാവിലെ ഓപ്പണായിട്ട് മാർക്കറ്റിൽ ഒരു 1:2 എന്നുള്ള റിസ്ക് റിവാർഡ് റേഷ്യോയിൽ യെസ്റ്റർഡേ ഹൈയുടെ അടുത്ത് വരെ പോയി. പിന്നീട് തിരിച്ചിറങ്ങുന്ന കണ്ടപ്പോൾ എല്ലാവരും തന്നെ പുട്ടിലോട്ട് വണ്ടി. എല്ലാവരും ആ ഒരു ഐഡിയ മനസ്സിലാക്കിയിട്ട് അതേ രീതിയിൽ താഴോട്ട് വന്നു. അവരൊക്കെ പ്രതീക്ഷിച്ചത് ഇന്നത്തെ 46,000 വന്ന് നിൽക്കുന്നതാണ്. പക്ഷേ 45,800 വരെ മാർക്കറ്റ് പോയിട്ട് തിരിച്ചു കയറി വരുമ്പോൾ അതേ വണ്ടിയിൽ വീണ്ടും അവർ കയറിയിരുന്നു. എന്നിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയി വീണ്ടും അടുത്തൊരു ബെയർ മൂവ്മെൻറ്റിൽ അതും കുറേ കിട്ടി. അങ്ങനെ എന്തായാലും ഇന്നോ ട്രേഡ് സോണിൻ്റെ അടുത്ത് വന്നിട്ട് ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തു. വാട്സപ്പിൽ ഞാൻ കരുതിയത് മെസ്സേജുകളുടെ ഒരു എണ്ണം കണ്ടപ്പോൾ ഒരുപാട് മെസ്സേജുകൾ ഇനി വല്ല എന്താ പറയുക തെറി വിളിക്കാനോ മറ്റോ മെസ്സേജ് ആണോ എന്ന് നോക്കിയപ്പോൾ എല്ലാവരും താങ്ക് യു ആണ്. ഓരോരുത്തരും 100% ഒക്കെ പ്രോഫിറ്റ് എടുത്തവരുണ്ട് കേട്ടോ. ഇന്ന് നല്ല രീതിയിൽ ട്രേഡുകൾ കിട്ടിയിട്ടുണ്ട്. വളരെ സപ്പോർട്ടിംഗ് ആയ മൂവ്മെൻ്റ് ആണ് ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് കിട്ടിയത്. ഓവറോൾ മാർക്കറ്റിൻ്റെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇന്നിപ്പം വീണ്ടും നമ്മളെ കൺഫ്യൂസ് ആക്കുന്ന രീതിയിലാണ് മാർക്കറ്റ് വന്ന് നിൽക്കുന്നത്. കാരണം ഇവിടെ ഇന്നലെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ മാർക്കറ്റിൽ 21,700 സപ്പോർട്ട് കിട്ടിയിട്ട് മാർക്കറ്റ് തിരിച്ച് പൊങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. നോക്കാം നാളെ എന്താ സംഭവിക്കും. ഞാൻ ഇതിനെക്കുറിച്ച് ഒരുപാട് വാചകം അടിക്കുന്നില്ല. നമുക്കത് വിട്ടിട്ട് മിഡ് ക്യാപ്പിലേക്ക് വരികയാണെങ്കിൽ മിഡ് ക്യാപ്പ് ക്ലിയർലി ഒരു ബെയറിഷ് മൂവ്മെൻറ്റ് തന്നിട്ടുണ്ട്. ബെയറിഷ് മൂവ്മെൻറ്റിൽ ഇവിടെ ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടുള്ളൂ. ഇവിടെ വന്നിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ആ ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. 10,000 ഒരു സപ്പോർട്ട് മിഡ് ക്യാപ്പ് എടുത്തിട്ടുണ്ട്. ഇവിടെ തിരിച്ച് പൊങ്ങുമോ എന്നുള്ള കാര്യം മാർക്കറ്റിൻ്റെ ട്രെൻഡ് ബെയറിഷാണ്, ഇതിനകത്തില്ല ഒന്നും പറയാനില്ല. പക്ഷേ ഇവിടെ നാളെ സപ്പോർട്ട് എടുത്തും ഇവിടെ നിന്ന് ഫർദർ ഒരു അപ്പ് മൂവ്മെൻറ്റ് തരുമോ അല്ലെങ്കിൽ ഒരു പുൾ ബാക്ക് തരുമോ എന്ന് മാത്രമേ ഇതിനകത്ത് ആലോചിക്കേണ്ടതുള്ളൂ. ഇനി ഫിനാൻസ് സെക്ടറിലേക്ക് വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇവിടെ ബാങ്ക് നിഫ്റ്റി നമ്മുടെ നോട്രേഡ് സോണിൽ നല്ല രീതിയിൽ സപ്പോർട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഈ ഒരു പോക്ക് പൊങ്ങിപ്പോയിട്ട് തിരിച്ചിവിടെ വന്നിട്ട് ഇവിടുന്ന് താഴോട്ട് പോകുന്നില്ല. മാർക്കറ്റ് ഇറങ്ങുന്നുണ്ടാണെങ്കിൽ ഈ സമയം കൊണ്ട് വലിയൊരു ക്യാൻഡിൽ ഇതുപോലെ ഇറങ്ങി വന്നിട്ട് അങ്ങ് പോകാമല്ലോ. അത് പോകുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് പോകാത്തത്? അവിടെ നല്ലൊരു സപ്പോർട്ട് അതിന് കിട്ടുന്നുണ്ട്. സോ മോസ്റ്റ് പ്രോബബ്ലി ഇത് ഇവിടുന്ന് തിരിച്ചു പോകാനുള്ള വളരെയധികം സാധ്യതകളുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു.
നിഫ്റ്റിയിലൊന്നും അത്രയും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഇനി ബാങ്ക് എക്സ് ആണെങ്കിലും അതേ രീതിയിലാണ്. ഫിൻ നിഫ്റ്റിയിലും ഓൾമോസ്റ്റ് അതേ രീതിയിലുള്ള ഒരു മൂവ്മെൻ്റ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ പറയുന്ന ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും വിചാരിക്കുന്നു. കാരണം മാർക്കറ്റ് ഇറങ്ങി പോകാനുള്ളതാണെങ്കിൽ ഇതേപോലെയൊക്കെയുള്ള വലിയ ക്യാൻഡിൽസ് ഉണ്ടാക്കി അങ്ങ് പടപടാന്ന് പറഞ്ഞ് പൊട്ടി താഴെ പോകാൻ പറ്റുമല്ലോ. എന്തുകൊണ്ട് ഇത് താഴോട്ട് പോകുന്നു, ഇമ്മീഡിയറ്റ് ആയിട്ട് തിരിച്ച് കയറി വന്നിട്ട് ചെറിയ ഡോജി ഉണ്ടാക്കി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ സെല്ലേഴ്സും ബയേഴ്സും ഈക്വലി പവർഫുള്ളാണ്. അപ്പോൾ മാർക്കറ്റിന് താഴോട്ട് പോകാൻ വിടാതെ ആരൊക്കെയോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതിനെ മുകളിലോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ഈ എൻഗൾഫിംഗ് ക്യാൻഡിൽസ് നമ്മളോട് പറയുന്നത്. വലിയ വിക്കും ചെറിയ ബോഡിയുള്ള ഈ ക്യാൻഡിൽസ് നമ്മളോട് പറയുന്ന ഒരു രഹസ്യം അതാണ്. തീർച്ചയായിട്ടും അത് മനസ്സിലാക്കി കൂടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കും. ഇനി നാളെ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. നിഫ്റ്റിയുടെ എക്സ്പയറിയിൽ എങ്ങനെയാണ് ട്രേഡ് പ്ലാൻ ചെയ്യേണ്ടതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒന്ന് ഇങ്ങനെയുള്ള ഒരു കൺഫ്യൂസിങ് സ്റ്റേജിലാണ്. മാർക്കറ്റ് പൊട്ടുമോ കയറുമോ എന്നുള്ളത് കൃത്യമായ പിക്ചർ ഇല്ലാത്തതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യണം എന്ന് ഞാൻ നിങ്ങളെ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ നാളത്തെ ഡേ ലോ എന്ന് പറയുന്നത് ഇന്നത്തെ ഡേ ലോനേക്കാളും താഴെയായിരിക്കും എന്നാണ് റാസ്ലെവൽസ് പറയുന്നത്. നാളത്തെ ഡേ ഹൈ ഇന്നത്തെക്കാളും ഡേ ഹൈ മുകളിലും ആയിരിക്കും എന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നത്തേനേക്കാളും വൊളാറ്റിലിറ്റി കൂടുതലായിരിക്കും എന്നാണ് മാർക്കറ്റ് നമ്മളോട് പറയുന്നത്. നെക്സ്റ്റ് എന്താണ് നോക്കാനുള്ളത്? നോ ട്രേഡ് സോണും CPRും തമ്മിലുള്ള ഒരു കോമ്പിനേഷനാണ്. CPR വന്നിട്ട് നോ ട്രേഡ് സോണിൻ്റെ ലോവർ സൈഡിൽ നല്ല രീതിയിൽ കട്ടയായിട്ടുണ്ട്. നാരോ CPR ആണ് നാളത്തേക്ക്. അപ്പോൾ നോ ട്രേഡ് സോണിൻ്റെ ഉള്ളിൽ തന്നെയാണ് ലോവർ സൈഡിലേക്കാണ് വന്ന് നിൽക്കുന്നത്. ലോവർ സൈഡിലേക്ക് വന്ന് നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മാർക്കറ്റ് നമുക്ക് തരുന്ന മൂവ്മെൻറ്റ് ഫർദർ ഡൗണിലാണ് മൂവ്മെൻറ്റ് തരിക. ഉറപ്പായിട്ടും നാളെ ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ കിട്ടിയതുപോലെ ഹെവി മൂവ്മെൻറ്റ് നാളെ നിഫ്റ്റിയിൽ കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. റാസ്ലെവൽസിൻ്റെ ഒരു ഡെഫിനിഷൻ പ്രകാരമാണ് ഞാൻ ഈ പറയുന്നത്, അല്ലാതെ അതിനൊരു കൺഫർമേഷൻ അല്ല. സോ മാർക്കറ്റിൽ മൂവ്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ദയവായിട്ട് അത് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. അപ്പോൾ ഇവിടെ റാസ്ലെവൽസ് ഇന്ന് നോ ട്രേഡ് സോണിൻ്റെ മുകളിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. മോസ്റ്റ് പ്രോബബ്ലി നാളെ ഒരു ചെറിയ രീതിയിൽ മുകളിലോട്ട് കയറിയിട്ട് ഫർദർ നല്ലൊരു ഫോള് വരും എന്നാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. എൻ്റെ ഒരു നിഗമനം അതാണ്. അപ്പോൾ ഒരു ബെയറിഷ് മൂവ്മെൻ്റ് ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മാർക്കറ്റ് മുകളിലോട്ട് പോയിക്കൂടായികയൊന്നും ഇല്ല കേട്ടോ. മുകളിലോട്ടും പോകാം, മാർക്കറ്റ് താഴോട്ടും പോകാം. പക്ഷേ ഇന്നത്തേക്കാളും വലിയ മൂവ്മെൻറ്റ് കിട്ടും, വളരെ ഹെവി ആയിട്ടുള്ള മൂവ്മെൻറ്റ് കിട്ടും എന്നാണ് റാസ്ലെവൽസ് നമ്മളോട് പറയുന്നത്. ഏത് ഡയറക്ഷൻ ഇപ്പം ശരിക്കും ഒരു ന്യൂട്രൽ പൊസിഷനിൽ വന്നിട്ടാണ് ഇവിടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. സോ എയ്തർ അപ്പ് സൈഡ് ഓർ ഡൗൺ സൈഡ് രണ്ടിനും ഇവിടെ സാധ്യതകളുണ്ട്. അപ്പോൾ നോ ട്രേഡ് സോൺ CPRൻ്റെ ഒരു കോമ്പിനേഷൻ പ്രകാരം മാർക്കറ്റ് താഴോട്ടുള്ള മൂവ്മെൻറ്റ്, അതും ഹെവി മൂവ്മെൻറ്റ് തരണം എന്നാണ് ഇത് നമ്മളോട് പറയുന്നത്. ഇനി ഇവിടെ സെൻറ്റിമെൻ്റലായിട്ട് അല്ലെങ്കിൽ സൈക്കോളജിക്കലായിട്ടുള്ള വാല്യൂസ് നോക്കുകയാണെങ്കിൽ 21,500 21,500 നമ്മുടെ ബോട്ടം സപ്പോർട്ട് 3 ലൈൻ കിടക്കുന്നത് അവിടെയാണ്. ആ ലൈനിൽ വന്ന് സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് നിൽക്കേണ്ടത്. ഇനി മുകളിലോട്ട് പോവുകയാണെങ്കിൽ 22,000-ൻ്റെ, അതായത് നാളത്തെ ഡേ ഹൈ എന്ന് പറയുന്ന ആ ഒരു ലെവൽ 22,000-ൻ്റെ അവിടെ വരെ മാർക്കറ്റ് പോയേക്കാം. അവിടെ നിന്ന് ഫർദർ നല്ലൊരു വീഴ്ച കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മോസ്റ്റ് പ്രോബ്ലി ചിലപ്പോൾ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൽ പീക്കിൽ ഓപ്പൺ ആയിട്ട് താഴോട്ട് ഇറങ്ങി വരാനും സാധ്യതയുണ്ട്. നാളെ എന്തായാലും 21,682 ടച്ച് ചെയ്യും എന്ന കാര്യത്തിൽ സംശയം ഇല്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ദെൻ അത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഈ ട്രേഡിൽ 21,500 നാളെ നിങ്ങൾ ഒരു പ്രധാനമായിട്ടും ഒരു സപ്പോർട്ട് ലൈനായിട്ട് കണക്ക് കൂട്ടുന്നത്. 21,810 എന്നുള്ളത് CPR ആണ്. 810 ഒരു സൈക്കോളജിക്കലി അല്ലെങ്കിൽ ഒരു ഓരോരുത്തർക്കും ഭയങ്കരമായിട്ട് പേടിക്കുന്ന ഒരു ലെവലാണ് 21,810. അത് CPRൻ്റെ ഇടയിലാണ്, നോ ട്രേഡ് സോണിൻ്റെ ഉള്ളിലാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൺസിഡർ ചെയ്യേണ്ട. ബ്രേക്ക് ഡൗൺ ലൈൻ ആക്റ്റീവ് ആയിക്കഴിഞ്ഞാൽ, ബ്രേക്ക് ഡൗണിൻ്റെ താഴോട്ട് പ്രൈസ് ആക്ഷൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പുട്ടിലേക്ക് കയറിയിരിക്കാവുന്നതാണ്. ഇനി കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾക്കുള്ള മറുപടി പറയാം. കഴിഞ്ഞ വീഡിയോ 19-ാം തീയതിത്തെ വീഡിയോ കണ്ടിരിക്കുന്ന 1680 പേരാണ്. ദെൻ ഈ ചാനൽ ഇതുവരെയായിട്ട് 9200 പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. 42 കമൻറ്റുകൾ വന്നിട്ടുണ്ട്. 42 കമൻറ്റുകളിൽ നിന്നും രാജേഷ് കുമാർ, താങ്ക്സ് സർ, വെരി വാല്യുബിൾ ഇൻഫർമേഷൻ. താങ്ക് യു വെരി മച്ച് ബ്രദർ. ജയചന്ദ്രൻ, സെക്കൻഡ് ആൻഡ് തേർഡ്സ് ആർ ആബ്സല്യൂട്ട്ലി കറക്റ്റ്. ഇന്നലത്തെ മാർക്കറ്റ് ഫോളിനുള്ള ടാക്സിൻ്റെതും അതേപോലെ ഇലക്ഷൻ്റെ റിസൾട്ടുകളൊക്കെ ആണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. യൂസഫ് കാവിൽ, താങ്ക് യു വെരി മച്ച്. അജേഷ് കുമാർ, താങ്ക് യു വെരി മച്ച്. ശൈലേഷ് കുമാരം, താങ്ക് യു വെരി മച്ച്. Tansia Muhammad, good effort, thank you very much. And John, thank you very much. Traveler Malayalam, thank you very much. Thanks Sajid Tamburu, thank you very much. Biju CSB, thank you very much. ഷാജൻ പി, താങ്ക് യു. റാഫി MKD, പ്രീ മാർക്കറ്റ് കൂടെ ഉണ്ടെങ്കിൽ നന്നാവും. താങ്ക് യു വെരി മച്ച്. ഞാൻ അതിന് ട്രൈ ചെയ്യുന്നുണ്ട്. മോസ്റ്റ് പ്രോബ്ലി ഈ ആഴ്ച തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഹുദ, സെൻസിബിൾ ടാർഗറ്റ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ചെയ്യാൻ പറ്റില്ല വിർച്വലി. ഓക്കെ, അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടോയെന്ന് ഞാൻ അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ ട്രേഡ് ചെയ്ത് നോക്കിയിട്ടില്ല എന്നുള്ളത്. ബോബി EJ, താങ്ക് കുഡ് യു സജസ്റ്റ്
what price is good to buy HDFC Bank and NTPC? Why does Power Grid go down than other power stocks? ഇത് രണ്ടും ഞാൻ ഇന്ന് ചെക്ക് ചെയ്തിട്ടില്ല. സോ ഞാൻ പരമാവധി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കാം. ബട്ട് ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അങ്ങനെ ഒരു സജഷൻ കൊടുക്കുന്നതിൽ ഒരു പരിമിതിയുണ്ട്. സോ അതും കൂടി പരിഗണിച്ചുകൊണ്ട് ഞാൻ ശ്രമിക്കാം. എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം. ദെൻ ഷാജി ജോസഫ്, SMC കൺസെപ്റ്റ്. SMC ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. ഇദ്ദേഹം ഇന്നലെ ചോദിച്ചതാണ് SMC കൺസെപ്റ്റ് എന്താണ്, SMC എവിടെയാണ് ഈ വാക്ക്, ഞാൻ പറഞ്ഞതാണോ അല്ല വേറെ എവിടെയെങ്കിലും കിട്ടിയതാണോ എന്നുള്ളത് ഒന്ന് പറഞ്ഞു. SMC കൺസെപ്റ്റ് ഏതാണ്? നോർമലി ചിലപ്പം വളരെ നന്നായിട്ട് എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കായിരിക്കും, എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നില്ല. ജുബൈർ P, ഓപ്ഷൻ ബൈങ് ചെയ്തിട്ട് ലോസ് ആയപ്പോൾ ഓപ്ഷൻ സെല്ലിംഗ് ആണ് ചെയ്യുന്നത്. ഇപ്പോൾ 3 മാസമായി എൻ്റെ ഒരു സ്ട്രാറ്റജി വെച്ച് ഞാൻ ഓപ്ഷൻ ബൈങ് പേപ്പർ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഏകദേശം 3 മാസത്തിൽ 90% ഇപ്പോൾ പ്രോഫിറ്റ് ഉണ്ട് പേപ്പർ ട്രേഡിങ്ങിൽ. അതുകൊണ്ട് ഇതൊരു സ്ട്രാറ്റജിയായി റിയൽ ട്രേഡ് ചെയ്താൽ ശരിയാകുമോ എന്നൊരു ഭയമുണ്ട്. അങ്ങയുടെ ഒരു അഭിപ്രായം അടുത്ത വീഡിയോയിൽ പ്രതീക്ഷിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജി എന്താണ് എന്നറിയാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇമോഷൻ അവിടെ വർക്കാകുന്നില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രോഫിറ്റ് കാണാൻ. തീർച്ചയായിട്ടും പേപ്പർ ട്രേഡിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. അതിനകത്ത് അതായത് നമ്മൾ എൻട്രി എടുത്തു, ഇനി അത് ലോസിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചിന്തിക്കില്ല. നമ്മൾ തിരിച്ച് വരുമോ നോക്കാമെന്നല്ല പല പരീക്ഷണങ്ങൾക്കും നമ്മൾ തയ്യാറാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ലോസ് നമ്മൾ ബുക്ക് ചെയ്യില്ല. അത് പ്രോഫിറ്റിലെത്തിയാൽ, അന്നല്ലെങ്കിൽ പിറ്റേന്നായാലും അത് പ്രോഫിറ്റിലെത്തിയാൽ മാത്രമേ നമ്മൾ എക്സിറ്റ് ചെയ്യുള്ളൂ. പക്ഷേ റിയൽ മണി വെച്ചിട്ട് 10 രൂപ കുറയുമ്പോൾ തന്നെ നമുക്ക് നെഞ്ചിരിക്കാൻ തുടങ്ങും. അത് 10 രൂപ എന്നുള്ളത് 100 രൂപ, 1000 രൂപ, 10,000 രൂപ എന്ന് പറയുമ്പോൾ പേപ്പർ ട്രേഡിൽ നമ്മൾ 1 ലക്ഷമൊക്കെ നോക്കിയിരിക്കും ലോസ്. പക്ഷേ റിയൽ മണിയിൽ 1 ലക്ഷം ഒന്നും ലോസ് നോക്കിയിരിക്കാൻ പറ്റില്ല. അപ്പോൾ തന്നെ നമ്മൾ ബുക്ക് ചെയ്യും. അതിനുശേഷം മാർക്കറ്റ് കയറിപ്പോവുകയും ചെയ്യും. ഈ റയാൻസ് ലിറ്റിൽ കിങ്ഡം, ഓക്കെ, 1 ലോട്ടൊക്കെ ചെയ്ത് നോക്കോളിൻ, ധൈര്യമായി പോകുവാണ്, അത്രയേ ഉള്ളൂ സക്സസ്. അതുവരെ പ്ലീസ് ഷെയർ യുവർ സ്ട്രാറ്റജി. ഓക്കെ, എന്തായാലും അദ്ദേഹം പറയുന്നത് സിംഗിൾ ലോട്ടിൽ ട്രേഡ് ചെയ്തോ. എനിക്ക് പറയാനുള്ളത് അതാണ്. റിയൽ മണിയിൽ ചെറിയ പൊസിഷൻ സൈസ് എടുത്തിട്ട് ട്രൈ ചെയ്ത് നോക്കുക. സ്ട്രാറ്റജിയിൽ വെള്ളം ചേർക്കരുത്. പൊസിഷൻ ചെറുതാക്കണം എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ എൻട്രിയും അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളായി പോകരുത്. സ്ട്രാറ്റജിയിൽ വെള്ളം ചേർക്കാതെ ചെറിയ പൊസിഷൻ എടുത്തിട്ട് ചെയ്ത് നോക്കുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. 21,650 കഴിഞ്ഞാൽ, അഖിൽ പറഞ്ഞത് 21,650 കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട. തീർച്ചയായിട്ടും നോക്കാം. നമുക്ക് എങ്ങോട്ടാണ് പോകുന്നത്. നാളെ 21,500 ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു വാല്യൂ. സോ ഒന്നുകിൽ മുകളിലോട്ട് അല്ലെങ്കിൽ താഴോട്ട്, പക്ഷെ മോസ്റ്റ് പ്രോബബ്ലി സാധ്യത കാണുന്നത് താഴോട്ട് പോകാനാണ്. മാർക്കറ്റ് മുകളിലോട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലോട്ടാണ്, പക്ഷേ നാളെ താഴോട്ടാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെ വിശേഷങ്ങളാണുള്ളത്. കൂടുതലും വാർത്തകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നാളെ കണ്ടുമുട്ടാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.